ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBIയുടെ കുറ്റപത്രം. CA ആയിരുന്ന S. വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ്. വിജയൻ ഹോട്ടലിൽ വെച്ച് കടന്നുപിടിച്ചത് മറിയം റഷീദ് തടഞ്ഞതാണ് വിരോധത്തിന് കാരണം. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതി വീണ്ടും കസ്റ്റഡിയിൽ നൽകാതിരുന്നതിനെ തുടർന്ന് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തു. നമ്പി നാരായണന് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്ന് ഡോക്ടർ മൊഴി നൽകി. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ മണിക്കൂറിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് CBI കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കുറ്റപത്രത്തിൽ അത് ഉൾപ്പെടുത്തുകയല്ലേ? എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? സുജയ, ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിച്ച CBI സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളുള്ളത്. അതിലൊന്ന്, ഈ ചാരക്കേസ് അത് പോലീസിന്റെ സൃഷ്ടിയാണ്, അത് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന വിജയന്റെ സൃഷ്ടിയാണെന്ന് കൃത്യമായി കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ISROയിലെ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെ വളരെ ക്രൂരമായി തന്നെ ഈ പോലീസ് സംഘം മർദ്ദിച്ചു എന്ന് പറയുന്നു. അതിൽ ഡോക്ടർമാരുടെ മൊഴിയടക്കം ഈ കാര്യത്തിലുണ്ട്, ഇതിന് തെളിവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, മറിയം റഷീദയെ S. വിജയൻ എന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ കടന്നുപിടിച്ചു. ആ കടന്നുപിടിച്ചതിനെ എതിർത്തതാണ് ഈ ഒരു ചാരക്കേസിന്റെ സൃഷ്ടിക്ക് തുടക്കമായതെന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. അതായത് വളരെ അപ്രധാനമായ ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയ്ക്ക് അവിടെ എത്തുന്ന CI ആയിരുന്ന വിജയൻ അവിടെയുണ്ടായിരുന്ന ഈ വനിതയെ കയറിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ വിരോധമുണ്ടാകുന്നു. ആ വിരോധത്തിൻ്റെ പേരിലാണ് ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ 2 വനിതകളെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെ ISROയിലെ ശാസ്ത്രജ്ഞന്മാരെ പിടികൂടുന്നു, അവരെ കേസിലെ പ്രതികളാക്കുന്നു, അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരും പങ്കാളികളായി എന്നതാണ് CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. HLLന്റെ ഗസ്റ്റ് ഹൗസിൽ ഈ നമ്പിനാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്തിയിരുന്നു. അവരും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഈ CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ CBI പ്രത്യേക സംഘമാണ് ISRO ഇതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ്. ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നോക്കൂ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ഡോക്ടർ ശശികുമാറും ഡോക്ടർ നമ്പി നാരായണനും ചേർന്ന് മറിയം റഷീദ എന്ന മാലിക്കാരി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ വിദേശികൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന ആ ഒരു കേസ്, അങ്ങനെ ഒരു സംഭവം തന്നെ സ്മാർട്ട് വിജയൻ എന്ന S. വിജയന്റെ സൃഷ്ടിയാണ് എന്നല്ലേ CBI ഈ ഗൂഢാലോചനയിലേക്ക് കടന്ന് അന്വേഷണം നടത്തുമ്പോൾ ബോധ്യപ്പെട്ട രീതിയിൽ അവർ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുന്നത്? സുജയ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നമുക്കറിയാം, അന്ന് മാധ്യമങ്ങൾക്ക് S. വിജയൻ എന്ന ഈ സ്മാർട്ട് വിജയൻ അന്നത്തെ CI സർക്കിൾ ഇൻസ്പെക്ടർ കൃത്യമായി തെറ്റായ വിവരങ്ങൾ, കൃത്യമായ ഒരു അപസർപ്പ കഥ പോലെയാണ് വിവരങ്ങൾ വിശദീകരിച്ച് നൽകി. അതിനനുസരിച്ച് പല പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ അത് പരമ്പര പോലെ പ്രസിദ്ധീകരിച്ചു. അതുവഴി രാജ്യത്തിനുണ്ടായ നഷ്ടം അതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. 2 പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ, അവരുടെ പ്രൊഫഷണൽ ലൈഫ് അത് രാജ്യത്തിന് നഷ്ടമായി, ISROയ്ക്ക് നഷ്ടമായി എന്നത് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വ്യക്തിപരമായുണ്ടായ നഷ്ടത്തിനപ്പുറത്തേക്ക് ഏതായാലും CBI അതൊരു 3 പതിറ്റാണ്ടിന് ശേഷം അന്വേഷിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് ആ കുറ്റപത്രത്തിൽ കൃത്യമായി തിരുവനന്തപുരം CJM കോടതിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് 5 പേരെ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരായിരുന്ന 5 പേരെ, അതിൽ മുൻ DGP ഉണ്ട്, മുൻ ഗുജറാത്ത് DGP ഉണ്ട്, ഇവരൊക്കെ പ്രതികളാണ്. സിബി മാത്യൂസ് പ്രതിയാണ്, ഗുജറാത്ത് മുൻ DGP ആയിരുന്ന RB ശ്രീകുമാർ പ്രതിയാണ്. അന്ന് RB ശ്രീകുമാർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ, കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടാക്കിയ കള്ളക്കേസിന് അതിന് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഭാഗമായി നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമായി. ഇതിലേക്കെല്ലാം നയിച്ചത് 1994 ഒക്ടോബർ 20 മുതൽ ഇപ്പോൾ 50 ലക്ഷം നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ പരസ്യമായി കൊടുത്ത് സുപ്രീം കോടതി വിധി നടപ്പാക്കി കേസ് അവസാനിപ്പിക്കുന്ന 2018 വരെയുള്ള ഈ കാലയളവെന്ന് പറയുന്നത് വളരെ ദീർഘമാണ്. ഒരു മനുഷ്യായുസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞൻ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിലിരുന്നൊരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കെട്ടിച്ചമച്ചത് മാധ്യമ
വിചാരണയ്ക്കായിട്ടുള്ള റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ കഥകൾ ചമച്ച് ഈ ട്യൂണ മത്സ്യത്തെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് എസ് വിജയന് ഉണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്താണ് എന്ന് വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് എത്ര വലിയ കുറ്റകൃത്യമാണ്. വെറും ഒരു ഗൂഢാലോചന എന്നതിൽ ഒതുങ്ങില്ലല്ലോ റോഷിപാൽ. സുജയ, ഈ എസ് വിജയന്റെ കരിയർ പോലീസിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെമ്പാടും നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇത് വളരെ കൃത്യമായി ഒരു ഒട്ടും സത്യത്തോട് ചേരാത്ത ഒരു വിഷയം അതൊരു ചാരക്കേസാക്കി മാറ്റുന്നു, ഒരു രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റുന്നു. അത് പ്രധാനപ്പെട്ട 2 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരെ ബലിയാടാക്കുന്നു, അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. അതുവഴി രാജ്യത്തിനുണ്ടായ നഷ്ടം എത്ര വലുതാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടത് എന്ന ഒരു വിലയിരുത്തൽ സമൂഹത്തിനിടയിൽ പലതവണ ഉയർന്നതെന്നാണ്. ആ ചർച്ച ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ഈ മാലി സ്വദേശിയായ 2 വനിതകളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പിന്നീട് അവർക്കെതിരെ ചാരക്കേസ് ചുമത്തുകയും അതിന് പിന്നാലെ തന്നെ ISROയിലെ ശാസ്ത്രജ്ഞരെ